നമുക്ക് കാലി നെറ്റ് ഹണ്ടർ എങ്ങനെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OnePlusൻ്റെ ഒരു 70 എന്ന് പറഞ്ഞ ഡിവൈസാണ്. ഈ ഡിവൈസ് റൂട്ടഡ് അല്ല, റൂട്ട്ലെസ് രീതിയിലായിരിക്കും നമ്മളിന്ന് ഈ ഒരു കാലി നെറ്റ് ഹണ്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ പ്ലേ സ്റ്റോറിലുള്ള വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വേണ്ട ഡിപ്പെൻഡൻസീസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ F-Droid എന്ന് പറഞ്ഞൊരു ഓപ്പൺ സോഴ്സ് വെബ്സൈറ്റ് ഉണ്ട്. അപ്പം അതിലൂടെ നമ്മൾ ഈ ടെർമെക്സ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ താഴെ തന്നെ ടെർമെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പം നമുക്കിവിടെ ഡൗൺലോഡ്സ് ഓപ്ഷനായിട്ട് കാണുന്നുണ്ട്. അതേപോലെ താഴെയും ബീറ്റ വെർഷൻ കാണുന്നുണ്ട്. ബീറ്റ വെർഷനെക്കാട്ടി നല്ലത് താഴെ നമുക്ക് 0.118.3 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേബിൾ വെർഷൻ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനായിരിക്കും നല്ലത്. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് എനിമേ കൊടുക്കുക. അപ്പം നമുക്ക് കാണാം ടെർമെക്സ് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു സെക്യൂരിറ്റി മെസ്സേജ് വരുന്നുണ്ട്. ഈ ക്രോം എന്ന് പറഞ്ഞ ആപ്പിൻ്റെ സോഴ്സിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാളേഷൻ ഓൾറെഡി പ്രിവെൻറ്റ് ചെയ്തേക്കുവാണ്. അത് നമുക്ക് ഇനേബിൾ ചെയ്യണമെങ്കിൽ സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മളിവിടെ അലോ ഫ്രം ദി സോഴ്സ് എന്ന് പറഞ്ഞതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, ഇൻസ്റ്റാൾ ബട്ടൺ നിൽക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ടെർമെക്സ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. നമ്മൾ ടെർമെക്സ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമെക്സിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഇതിന് വേണ്ട കമാൻഡ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ടെർമെക്സിൻ്റെ സ്റ്റോറേജ് പെർമിഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ തിരിച്ചിവിടെ വരിക, പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ടെർമെക്സ് നമ്മുടെ ഫോണിൻ്റെ പെർമിഷൻ ചോദിക്കും, ഫയൽ പെർമിഷൻ ചോദിക്കും. അത് നമ്മൾ അലോ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെർമെക്സിനകത്ത് പാക്കേജസ് അതെല്ലാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഉള്ള കമാൻഡാണ് അടുത്തത് വരുന്നത്. നമ്മളതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ കമാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെർമെക്സിനകത്തുള്ള പാക്കേജസ് അപ്ഡേറ്റും അപ്ഗ്രേഡും ആണ് ചെയ്യുന്നത്. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഇതിൻ്റെ ഡൗൺലോഡിങ്ങിൽ വ്യത്യാസം വരും. പാക്കേജ് ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ ഇങ്ങനെ yes or no ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ കറണ്ടായിട്ടുള്ള വെർഷൻ അപ്ഡേറ്റ് ചെയ്യണോ അതോ ഇപ്പോഴുള്ള വെർഷൻ കീപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ബൈ ഡിഫോൾട്ട് എന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. യെസ് കൊടുത്താൽ നമുക്ക് നമ്മുടെ യൂസിന് അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഒരു പാക്കേജ് നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, wget എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അത് നമ്മൾ അതിൻ്റെ കമാൻഡ് കോപ്പി ചെയ്യുക, ടെർമെക്സ് വരിക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ പാക്കേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ കാലി നെറ്റ് ഹണ്ടറിൻ്റെ ഫയല് നെറ്റിൽ നിന്ന് ഫെച്ച് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ഈ wget ടൂൾ വെച്ചിട്ട് ഈ നെറ്റ് ഹണ്ടർ ടെർമെക്സിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാനുള്ള കമാൻഡാണ് അടുത്തത്. അത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയലിന് പെർമിഷൻ കൊടുക്കുക. ഈ ഒരു ഡൗൺലോഡ് ചെയ്ത ഡയറക്ടറിക്ക് നമുക്ക് പെർമിഷൻ കൊടുക്കാനുണ്ട്. അതിനുള്ള കമാൻഡാണിത്. ജസ്റ്റ് കോപ്പി ചെയ്യുക, അതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെർമിഷൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ റൺ ചെയ്യുകയാണ് ഈ ഒരു കമാൻഡ് വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ കാലിയുടെ ആ ഒരു ബാനറൊക്കെ പോപ്പപ്പായി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഏത് രീതിയിലുള്ള ആർക്കിടെക്ചറാണ് വേണ്ടത്, കാലിയുടെ ഫുള്ളാണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതോ മിനിമൽ വെർഷനാണോ നാനോ വെർഷനാണോ എന്ന്. നമുക്ക് സ്റ്റോറേജ് ഒക്കെ അത്യാവശ്യമുള്ള ഫോണാണെങ്കിൽ നമ്മൾ ഫുള്ളിലോട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഫുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അത്യാവശ്യം ഡേറ്റ പിടിക്കും. ഏതാണ്ടൊരു
20 തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് ടൈം എടുക്കുന്നതാണ് ഈ ഫുൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും ഫുള്ളാണ് കൊടുക്കുന്നത്, എല്ലാ ടൂൾസും ഫുള്ളിന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഇത് കുറച്ച് ടൈം എടുക്കും, അറൗണ്ട് 30 മിനിറ്റ്സോളം ഇത് ടൈം എടുക്കാനുണ്ട്. നമ്മുടെ ഫയൽ ഇത് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്, അതുപോലെ റൂട്ട് എഫ് എസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ഡാറ്റ ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഇനി ആവശ്യമില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. അതിന് ജസ്റ്റ് വൈ പ്രസ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ കാണാം ഇവിടെ കാലി നെറ്റ് ഹണ്ടറിൻ്റെ ബാനർ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കാലി നെറ്റ് ഹണ്ടർ ഇനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നെറ്റ് ഹണ്ടർ അല്ലെങ്കിൽ NH എന്നുള്ളൊരു കമാൻഡ് കൊടുത്താൽ മതി. നമുക്ക് കാണാം ഇവിടെ കാലിയുടെ ടെർമിനൽ വന്നേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് എന്നുള്ളൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാലിയിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആയി പോകുന്നതാണ്. ഇപ്പോൾ ടെർമിനൽ തിരിച്ച് നമ്മുടെ നോർമൽ ടെർമിനലിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഈ ടെർമിനൽ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു നെറ്റ് ഹണ്ടറിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, നെറ്റ് ഹണ്ടർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ടെർമെക്സ് എടുക്കുക. നമ്മൾ ഒന്നെങ്കിൽ നെറ്റ് ഹണ്ടറിന് കൊടുക്കുക, ഇല്ലെങ്കിൽ NH എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നെറ്റ് ഹണ്ടറിലോട്ട് പോകാൻ സാധിക്കും. കാണാം നമുക്കിവിടെ ഇപ്പം തിരിച്ച് നമ്മൾ നെറ്റ് ഹണ്ടറിൻ്റെ ടെർമിനൽ കാലിയുടെ ടെർമിനലിലോട്ട് തിരിച്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് OS ജസ്റ്റ് ഒന്ന് നോക്കാം. OS വെർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാണാൻ സാധിക്കും കാലി ഡിഫോൾട്ട് വെർഷൻ, ലേറ്റസ്റ്റ് വെർഷനാണ് ഇവിടെ ഇൻസ്റ്റാൾ ആയി ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ നമുക്കിതിൻ്റെ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് നെറ്റ്വർക്ക് എക്സ് എന്നാണ് അതിന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഒരു ഫുൾ ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസ് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അതേപോലെ അടുത്ത പാർട്ടുകൾ നമ്മൾ ഇത് റൂട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ വൈഫൈ ഹാക്കിംഗ്, ബ്ലൂടൂത്ത് ഹാക്കിങ്ങിൻ്റെയൊക്കെ പാർട്ട് നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ സൈബർ സെക്യൂരിറ്റി വീഡിയോസിനായി എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.